ശ്രീ GV ഹരി പോളിംഗ് ശതമാനം കൂടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവസാന നില വന്നിട്ടില്ല. എങ്കിലും 2019 പോലെ തന്നെ ഉള്ള പോളിംഗ് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. രാവിലെ മുതൽ ബൂത്തുകളിലെ നീണ്ട നിര കാണുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്ന് കുറച്ച് താഴോട്ടായിരിക്കാം പോളിംഗ്, ചിലപ്പോൾ കൂടുകയും ചെയ്തിരിക്കാം. എന്തായാലും അന്തിമ പോളിംഗ് ശതമാനം വരട്ടെ. എങ്കിലും ഇതെന്തിൻ്റെ സൂചനയാണ്? നിങ്ങൾ എന്താണ് കരുതുന്നത്? 2019 ആവർത്തിക്കാൻ കഴിയുമെന്നാണോ? തീർച്ചയായിട്ടും 2019 അല്ല, 2020 നമുക്കതിനകത്ത് പുറകോട്ട് പോകാത്ത പ്രശ്നമേ ഇല്ല. ഇന്നത്തെ കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ജോലി വളരെ കൃത്യമായി ചെയ്തു എന്നുള്ളത് ഇന്നത്തെ നമ്മുടെ ഈ പോളിംഗ് ശതമാനത്തിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 70-72% പോളിംഗ് വരും. ഇപ്പോൾ 69 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ചുകൂടെ വരുമ്പോൾ ഒരു 70-72% എത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ ആയിരിക്കും ഇത്തവണത്തെ കേരളത്തിൻ്റെ വിധി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. 2020 എന്ന് പറയാനുള്ള കാരണം അത് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഞങ്ങളുടെ ഒരു ഇടപെടലും അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ഒക്കെ ഇടപെടലുകളും ആ കാര്യത്തെ കൃത്യമായിട്ട് തന്നെ ഉറപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇന്നത്തെ ഈ ദിവസം നേരത്തെ ഇവിടെ മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ BJP ഞങ്ങൾ വീണ്ടും പലപ്പോഴും ആവർത്തിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം CPM-ഉം BJP-യും തമ്മിലുള്ള ബാന്ധവത്തിൻ്റെ ഒരുപാട് തെളിവുകൾ കൂടി പുറത്തു വന്നിരുന്നു. അല്ല, നിങ്ങൾ ഈ 2020 എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ UDF-ലേക്ക് സമാഹരിക്കപ്പെടും. അതായത് ഈ മോദി വിരുദ്ധ വോട്ടുകൾക്ക് അർഹർ നിങ്ങളാണ് എന്നുള്ള അവകാശവാദമാണല്ലോ. അത് നടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു. അതിൽ നിങ്ങൾ ഈ തീരദേശ മേഖലയിലെ ഈ ഉയർന്ന പോളിംഗ് ഒക്കെ അതിന് ഒരു ഉദാഹരണമാക്കി എടുത്തേക്കാം. പക്ഷേ ഇതേ കാര്യം തന്നെ മറുവശത്ത് LDF-ഉം പറയും, ഈ മോദി വിരുദ്ധ വോട്ടുകൾ ഞങ്ങളിലേക്ക് സമാഹരിച്ചു, കാരണം ന്യൂനപക്ഷങ്ങൾക്ക് വിശ്വാസം LDF-നെയാണ് എന്നുള്ള കാര്യം LDF-ന്റെ നേതാക്കളും പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ ഡിഫറൻസ് ആയിട്ട് എന്താണ് കൊണ്ടുവരുന്നത്? അതിനുള്ള നിങ്ങളുടെ ഒരു പിടിവള്ളിയായി മാറുകയായിരുന്നു ഈ അവസാന മണിക്കൂറിൽ വന്ന ഈ ജയരാജന്റെ BJP ബാന്ധവം എന്നുള്ള ശ്രമം. അല്ല, അത് മാത്രമല്ല മഞ്ജുഷ്, ഇപ്പോൾ രാവിലെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം എന്താണ്? ഇത് ഒരു ദേശീയ തെരഞ്ഞെടുപ്പാണ് അല്ലേ? അപ്പോൾ മുഖ്യമന്ത്രിക്ക് തന്നെ അറിയാം, ദേശീയ തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ നിന്ന് LDF ദേശീയ തലത്തിൽ പോയിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ നിന്ന് കൃത്യമായിട്ട് ജനങ്ങൾക്കും അറിയാം കോൺഗ്രസ് പാർട്ടി ആണ് ഈ രാജ്യത്ത് BJP-ക്ക് അതിശക്തമായിട്ടുള്ള വെല്ലുവിളി ഉയർത്തുന്നത്. ഈ രാജ്യത്ത് ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു, സ്വാഭാവികമായിട്ട് ആ ഭരണമാറ്റം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കറിയാം, കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളാണ്. അവർക്കറിയാം ഇവിടെ കോൺഗ്രസ് ജയിച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ, കാരണം ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രണ്ടാം ഘട്ടത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രചരണത്തിൽ ശ്രീ നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള വർഗീയമായിട്ടുള്ള വളരെ നീചമായിട്ടുള്ള ഒരു വർഗീയമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നമ്മളെല്ലാവരും കേട്ടതാണ്. ഇല്ല, അതിന്റെ ഗുണഭോക്താവ് എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അത് LDF-നും അവകാശപ്പെടുന്നതാണ്, അവർക്ക് വാദിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞത് ഈ ഡിഫറൻസിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഈ ജയരാജന്റെ ഈ ഒരു അവസാന നിമിഷത്തെ ഈ വരുന്ന വിവാദമുണ്ടല്ലോ, അത് താങ്കൾ പറഞ്ഞു തുടങ്ങിയതാണ്, അപ്പോൾ ഞാൻ കയറി ഇടപെട്ടതാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ ഗുണകരമാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. അത് ഹൈലൈറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചു പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങളിൽ. തീർച്ചയായിട്ടും ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന് ഞങ്ങൾ നേരത്തെ ആവർത്തിക്കുന്നതാണ് അഞ്ജുഷ്, ഇതൊരു പുതിയ കാര്യമല്ല. ഇന്നത് പുറത്തു വന്നത് മാത്രം, അതിൻ്റെ തെളിവുകൾ അദ്ദേഹം തന്നെ സമ്മതിക്കേണ്ടി വന്നു. ശ്രീ EP ജയരാജൻ തന്നെ സമ്മതിക്കേണ്ടി വന്നു, ഞാൻ BJP-യുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത്. ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്, ശ്രീ EP ജയരാജൻ BJP-യുടെ നേതാക്കന്മാരെ കണ്ടിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അറിയാതെ ഇത് കാണില്ല എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഇപ്പോഴല്ല, ഇതിപ്പോൾ തെളിവ് പുറത്തു വരുന്നത് ഇപ്പോഴാണ്. ഇന്നത്തെ ദിവസം തന്നെ കൃത്യമായി തന്നെ ഇന്നത്തെ തെളിവ് പുറത്തു വരികയും അദ്ദേഹം അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ പ്രശ്നമില്ല, സ്വാഭാവികമായിട്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഞാനൊരു സൗഹൃദ കൂടിക്കാഴ്ച നടത്തി എന്ന രീതിയിലാണ് ആരെയും. പക്ഷെ അത് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. അത് മാത്രമല്ല, രണ്ട് കാര്യങ്ങൾ അതിൽ നിൽക്കുകയാണോ? ഒന്ന്, BJP-യിലേക്ക് പോകുവാനാണോ ജയരാജൻ ശ്രമിച്ചത്? രണ്ട്, BJP-യും CPM-ഉം തമ്മിലുള്ള രഹസ്യ ഇടപാടിന് വേണ്ടിയാണോ ജയരാജൻ ശ്രമിച്ചത് എന്ന കാര്യം അത് അടുത്ത ദിവസങ്ങളിൽ സ്വാഭാവികമായിട്ടും ചർച്ചയാകും. ഇതിൽ ഇടനില നിന്ന BJP നേതാക്കൾ കൂടുതൽ സുവ്യക്തമായി കാര്യങ്ങൾ പറയുമെന്ന് പ്രതീക്ഷിക്കാം.